വികസിത കേരളമാണ് ബി.ജെ.പിയുടെ കാഴ്ചപ്പാടെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരാൻ അധ്വാനിക്കുന്ന പാർട്ടിയാണ് ബി.ജെ.പിയെന്നും അദ്ദേഹം പറഞ്ഞു. വികസന രാഷ്ട്രീയമെന്നത് ബി.ജെ.പിയുടേതാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നതിനാലാണ് 4ാം തവണയും ബീഹാറിൽ വിജയിക്കാനായത്. വോട്ടർ പട്ടികയിൽ ഫേക്ക് വോട്ട് ചേർത്താണ് ആർ.ജെ.ഡി, കോൺഗ്രസ്, സി.പി.എം തുടങ്ങിയവർ വിജയിച്ചിരുന്നതെന്നാണ് എസ്.ഐ.ആർ കണക്കെടുപ്പുകൾ വ്യക്തമാക്കുന്നത്. മറ്റെന്ത് കാരണത്താലാണ് എസ്.ഐ.ആറിനെ മറ്റു പാർട്ടികൾ എതിർക്കുന്നതെന്നും ചന്ദ്രശേഖർ ചോദിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിനോടുള്ള ബി.ജെ.പിയുടെ കാഴ്ചപ്പാടിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായാണ് അദ്ദേഹം സംസാരിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പായാലും നിയമസഭ, ലോക്സഭാ തെരഞ്ഞെടുപ്പുകളായാലും കഴിഞ്ഞ 11 വർഷമായി നരേന്ദ്രമോദി ഇന്ത്യയിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിലും കൊണ്ടുവരിക എന്നതാണ് ബി.ജെ.പിയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞങ്ങളുടെ കാഴ്ചപ്പാട് തദ്ദേശ തെരഞ്ഞെടുപ്പാണോ, അസംബ്ലിയാണോ, ലോക്സഭയാണോ, വികസനമാണ്. ഞങ്ങൾ നരേന്ദ്രമോദിജി കഴിഞ്ഞ 11 കൊല്ലം ഇന്ത്യക്ക് ചെയ്ത കാര്യങ്ങളും ഇന്ത്യൻ്റെ വികസനത്തിന് വേണ്ടി അധ്വാനിച്ച പദ്ധതികളും അദ്ദേഹത്തിൻ്റെ അധ്വാനവും പോളിസീസെല്ലാം ഇവിടെയും കൊണ്ടുവരണമെന്നാണ് ബി.ജെ.പിൻ്റെ ആഗ്രഹം. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലോക്കൽ ബോഡി ലെവലിലാണോ, അത് അസംബ്ലി ലെവൽ സംസ്ഥാനത്തിനാണോ, അത് ആണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടെന്നുള്ള വികസിത കേരളം, വികസിത തൃശ്ശൂർ, വികസിത അനന്തപുരി, അങ്ങനെ ലോക്കൽ ബോഡി ആണോ സംസ്ഥാനമാണോ, വികസനം ആണ് ഞങ്ങളുടെ ലക്ഷ്യം. വികസിത കേരളമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ജനങ്ങളുടെ ജീവിതത്തിൽ കയറ്റി വെച്ച് അതായിരുന്നു അവരുടെ ഇതുവരെ സീക്രട്ട്. കാരണം എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഇതൊന്നും ചെയ്യുന്നില്ല, പിന്നെ എങ്ങനെയാണ് ജയിക്കുന്നത്? അപ്പോൾ അതിൻ്റെ ഒരു വ്യക്തത ഈ ഇലക്ഷനിൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഈ SIRനെ ഒപ്പോസ് ചെയ്യുന്നത് എന്തുകൊണ്ട്? ഈ ശുദ്ധീകരണം ഒരു നമുക്ക് എല്ലാവർക്കും നല്ല കാര്യമല്ലേ ഈ വോട്ടർ ലിസ്റ്റിൻ്റെ. അപ്പോൾ ഇവരെന്താണ്, എന്തുകൊണ്ട് ഇതിനെ ഒപ്പോസ് ചെയ്യുന്നു, അവർക്ക് എന്താണ് പ്രശ്നം? അപ്പോൾ ഈ ഇലക്ഷൻ വഴി നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇതാണ് പ്രശ്നം. ഈ ഫേക്ക് വോട്ടില്ലെങ്കിൽ അവർക്ക് ശരിക്കുള്ള വോട്ട് ഇല്ല. അതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇത് കേരളത്തിൽ